കായംകുളം നഗരസഭ 38-ാം വാർഡിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ AP ഷാജഹാൻ നിർവഹിച്ചു. കായംകുളം നഗരസഭ 38-ാം വാർഡിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേരാവള്ളി അർബൻ ഹെൽത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത്. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ AP ഷാജഹാൻ നിർവഹിച്ചു. നമ്മുടെ പരിസരം നമ്മൾ ആരും വൃത്തിയായി സൂക്ഷിക്കുന്നില്ല. നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മുട്ടത്തോട്, അതുപോലെ തന്നെ ചില പാത്രങ്ങൾ, ചിരട്ടകൾ, ഇതിലൂടെയാണ് മിക്കവാറും ഡെങ്കി കൊതുക് പരത്തുന്ന ഡെങ്കിപ്പനി വരുന്നത്. ഡെങ്കിപ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ പലപ്പോഴും അറിയാറുണ്ട്. ചിലർ ഭാഗ്യം കൊണ്ട് ആദ്യമായി, പക്ഷേ ഈ ലാസ്റ്റ് സ്റ്റേജിൽ അറിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അത്യാവശ്യം നമ്മുടെ രക്തത്തിലൂടെ ഇത് പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ 5-10 ദിവസം കഴിയുമ്പോൾ തന്നെ വ്യത്യാസൻ്റെ നിലയിലാകും. പ്ലേറ്ററ്റ് ആണ്, കൗണ്ടാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ കുറയുന്നത്. അപ്പം പിന്നെ നമ്മുടെ ഇവിടുന്ന് വന്ന ആളിനെ തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയാണ് പ്ലേറ്ററ്റ് കയറ്റിയത്. അപ്പം അത് നമ്മൾ നഗരസഭയിൽ നിന്ന് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയവരാണ് ഈ 2 പേര്. അല്ലാതെ മിക്ക ആളുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടിയവരുണ്ട്. രോഗങ്ങൾ തടയുന്നതിന് ഒരു പ്രധാനപ്പെട്ട ജോലി നമ്മുടെ തന്നെയാണ്. നമ്മളത് ഭംഗിയായി നിർവഹിച്ചാൽ, നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ ജലജന്യ രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. എന്തായാലും നമ്മുടെ ഈ ക്യാമ്പിൽ നിങ്ങൾ എല്ലാവരും നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ ആളുകളായി മാറി. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾ നമ്മുടെ വാർഡിലുള്ള എന്താണ് എവിടെ നോക്കിയാലും ഞങ്ങളുടെ ഇവിടുത്തെ 6 ഹോട്ടലാണ് എൻ്റെ പരിസരത്ത് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങി. എല്ലാവിടും നല്ല ആളുകളാണ്. ഇത് എങ്ങനെ മനുഷ്യരിങ്ങനെ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു മേഖലയിലേക്ക് പോയെന്നറിയത്തില്ല. പിള്ളേർക്കാണെങ്കിൽ അത് മതി. അതുകൊണ്ട് ഈ അമ്മമാരായ നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു കരുതലുണ്ടാകണം. നമ്മൾ പഴയതുപോലെ തന്നെ വീട്ടിൽ തന്നെ പരമാവധി ആഹാരം വെച്ച് കഴിക്കാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും അതുവഴി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന രോഗങ്ങൾ അകറ്റി നിർത്താനും നമുക്ക് കഴിയും. അപ്പോൾ ഡെങ്കിപ്പനിയാണ് നമുക്കിപ്പം പ്രധാനമായിട്ടും കൂടി നിൽക്കുന്ന ഒരു അസുഖം. അത് കൂടാതെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാത്തെ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം കൂടി നിൽക്കുന്നുണ്ട്. എലിപ്പനിയുടെ അസുഖങ്ങളും വരാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് എലിപ്പനി. ക്യാമ്പിനോടൊപ്പം ജലജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. ഡോക്ടർ കീർത്തി ക്ലാസ് നയിച്ചു. രാവിലെ തന്നെ ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ക്യാമ്പിന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കീർത്തി, ഡോക്ടർ മുംതാസ്, JPHN നിഷ, ഫാർമസിസ്റ്റ് നുസ്രത്ത്, ലാബ് ടെക്നീഷ്യൻ അജിസീന, ആശാവർക്കർമാരായ മായ, നിസ, ആശ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.